പ്രാർത്ഥനയ്ക്കുണ്ട്. ഇന്ന് എത്ര പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ പ്രാധാന്യമായിരിക്കും നാളെ. ഇത് പടച്ചവന്റെയും പടപ്പുകളുടെയും കലാമിന്റെ ഒരു വ്യത്യാസമാണ്. പടപ്പുകളുടെ കലാമോ ഓരോ ദിവസവും അതിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു, അതിന് വിശദീകരണം വേണ്ടിവരുന്നു, മാറ്റത്തിരുത്തലുകൾ വേണ്ടിവരുന്നു. പടച്ചവന്റെ കലാമ് ഓരോ ദിവസവും അതിന് പ്രാധാന്യം ഏറി വരുന്നു, നിത്യപ്രസക്തമാകുന്നു. അതുകൊണ്ട് തന്നെ കാലാതിവർത്തിയായി നിലനിൽക്കുന്നു. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് സന്മാർഗം സിദ്ധിച്ചതിനു ശേഷം വീണ്ടും അതിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ നീ തെറ്റിച്ചു കളയല്ലേ. എന്താ ഇതിന്റെ അർത്ഥം? രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്കിതിലൂടെ ലഭിക്കുന്നു. ഒന്ന്, മനുഷ്യന് ഹിദായത്ത് ലഭിച്ചാലും വലാലത്തിലേക്ക് പോകുവാനുള്ള ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അഥവാ ഇന്ന് ഹിദായത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ നാളെ വലാലത്തിലാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ തൗഹീദ് ഉൾക്കൊണ്ടവൻ നാളത്തെ മുശ്രിക്കാകാം, ഇന്നത്തെ മുഅ്മിന് നാളത്തെ കാഫിറാകാം, സാധ്യതയുണ്ട്. അതാണ് ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ആശയം. രണ്ടാമതായി ഖുർആൻ പഠിപ്പിക്കുന്നത്, നമുക്ക് ഹിദായത്ത് ലഭിക്കുന്നത് എത്രമാത്രം പ്രസക്തമാണോ അത്ര തന്നെ പ്രസക്തമാണ്, പ്രാധാന്യമാണ് ലഭിച്ച ഹിദായത്തിൽ ഒടുക്കം വരെയും നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളത്. നമുക്ക് ഹിദായത്ത്, നമ്മളെപ്പോഴും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് കൊണ്ടാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അത് ഖുർആനിലെ 1-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥനയാണ്. അവിടെ നമ്മൾ ഹിദായത്ത് ചോദിച്ച് 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇമ്രാനിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഹിദായത്തിന് സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു. നോക്കൂ, ഖുർആനിലെ സൂറത്ത് അൽ ഫാത്തിഹയ്ക്ക് ഉമ്മുൽ ഖുർആൻ എന്നൊരു പേരുണ്ട്. ഖുർആനിന്റെ കേന്ദ്രം, മാതാവ് എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഖുർആൻ മറ്റു പല സൂറത്തുകളിലായി വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ സൂറത്തുൽ ഫാത്തിഹയിൽ പറയാത്ത ഒരു ആശയവും ഖുർആൻ മറ്റു ഒരു സൂറത്തിലും പറയുന്നില്ല. അഥവാ സൂറത്തുൽ ഫാത്തിഹയെ ചരിത്രപരമായോ ശാസ്ത്രീയമായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള വിശദീകരണത്തിലൂടെയാണോ മറ്റുള്ള സൂറത്തുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിദായത്തിന് വേണ്ടി നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ചോദിച്ച് 3-ാമത്തെ അധ്യായമായ ആലി ഇമ്രാനിൽ അവിടെ എത്തിയപ്പോഴേക്ക് ഈ ഹിദായത്തിന് സംഭവിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു. എന്താ മാറ്റം? ഹിദായത്ത് ലഭിക്കുകയും ചെയ്യാം, ലഭിച്ച ശേഷം നഷ്ടപ്പെടുകയും ചെയ്യാം. ഏറെ അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും അനാശാസ്യ പ്രവണതകളും ഒക്കെ അധികരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റേണ്ടതാണ് ഈ പ്രാർത്ഥന. ശീലമെന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴെങ്കിലും ചെയ്യുന്നതല്ലല്ലോ ശീലം എന്ന് പറയാ. തുടർച്ചയായി സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ മനസ്സുകളെ ഹിദായത്ത് ലഭിച്ചതിനു ശേഷം അതിൽ നിന്ന് തെറ്റിച്ചു കളയല്ലേ. മനസ്സുകൾക്ക് ഹിദായത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? നിന്നിൽ നിന്നുള്ള കാരുണ്യം നൽകണം, നിന്നിൽ നിന്നുള്ള കാരുണ്യം നൽകണം. മനുഷ്യന്റെ മനസ്സിനെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള കാരുണ്യം ലോകത്ത് ഒരു ശൈഖിനും ഒരു ബീവിക്കും ഒരു തങ്ങൾക്കും നൽകാൻ സാധ്യമല്ല. ഇത് നൽകാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ഹിദായത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി നൽകണം. മനുഷ്യനെ ഇസ്ലാം സംസ്കരിച്ചു കൊണ്ടുവരികയാണ്. സംസ്കരണത്തിന്റെ മറ്റൊരു ഭാഗം ഈ ലോകത്ത് നമ്മൾ അന്യരല്ല എന്ന ഒരു ബോധമുണ്ടാക്കുന്നു. യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ ചെയ്തത് നമ്മൾ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്നു എന്ന ചിന്തയാണ്. എന്നാൽ ഖുർആൻ ഉണ്ടാക്കിയത്, ഖുർആനിലെ 1-ാമത്തെ വചനം തന്നെ, മനുഷ്യന്റെ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം തന്നെ മനുഷ്യന്റെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷയാണ് നൽകിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കാരുണ്യത്തെ സംബന്ധിച്ച് പറയുന്നു എന്നുള്ളത് മനുഷ്യർക്ക് നൽകുന്ന പ്രതീക്ഷയാണ്. തൊട്ടടുത്ത വചനത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ സ്തുതികളും കീർത്തനങ്ങളും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. റബ്ബുൽ ആലമീൻ എന്ന ഒരൊറ്റ പ്രയോഗം മാത്രം നമ്മൾ വിശദീകരിച്ചാൽ മതി. ഇന്ന് മാനവ സമൂഹം അഭിമുഖീകരിക്കുന്ന ഈ വിഷാദ രോഗവും അപകർഷ ചിന്തയും ഇല്ലാതെയാകും. എന്താ അതിന്റെ അർത്ഥം? ലോകങ്ങളുടെ രക്ഷിതാവ്, ഒരു രക്ഷിതാവുള്ള ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് അരക്ഷിതാവസ്ഥയില്ല ഉണ്ടാക്കുന്നത് സുരക്ഷിതാവസ്ഥയാണ്. ഞാൻ സുരക്ഷിതനാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ എനിക്ക് എന്റെ മനസ്സിലെ പ്രയാസങ്ങളെ കെട്ടഴിക്കാൻ സാധിക്കും. യുക്തിവാദികൾക്ക് ഇതിന് സാധിക്കുന്നില്ല. ലോകത്തിൽ ഒരു രക്ഷകനുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ആ രക്ഷകന്റെ കീഴിൽ ജീവിക്കുന്ന നമ്മൾ ഒരിക്കലും തന്നെ അപകടത്തിൽ പെടില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകുന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാണ്. അവരെ നിരാശയുടെ മനസ്സിൽ നിന്ന് പ്രതീക്ഷയുടെ മനസ്സിലേക്ക്, അരക്ഷിതാവസ്ഥയിൽ നിന്ന് സുരക്ഷിതമായ ഒരു ചിന്തയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. മറ്റൊന്ന്, ലോകത്തിന് രക്ഷിതാവുണ്ട്, ഞാൻ അവനോട് രക്ഷ തേടണം എന്നാണല്ലോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് പഠിപ്പിക്കുന്നത്. ഖുർആൻ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? എന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല എന്ന് വരുന്നു, അതുകൊണ്ടാണ് ഞാൻ മറ്റൊരുത്തരോട് രക്ഷ ചോദിക്കുന്നത്. എന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്നിൽ കുറെ കഴിവുകേടുണ്ട് എന്നാണ്. ഞാൻ എല്ലാറ്റിനും തികഞ്ഞവനാണ്, എനിക്കെല്ലാറ്റിനും സാധിക്കുമെന്ന മനുഷ്യന്റെ മിഥ്യാധാരണയാണ് അവനിൽ അഹങ്കാരം ഉണ്ടാക്കുന്നത്. സയൻസ് രംഗത്ത് ഇന്ന് കേൾക്കുന്ന ചോദ്യം ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ്. അഥവാ മനുഷ്യൻ തികഞ്ഞവനാണ്, എല്ലാറ്റിനും സാധിക്കുന്നവനാണ് എന്ന ചിന്ത മനുഷ്യനിൽ അഹങ്കാരം ഉണ്ടാക്കുമ്പോൾ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഔദു എന്ന പ്രയോഗം, ഞാൻ രക്ഷ തേടുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല. എന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്നിൽ ഒരുപാട് കഴിവുകേടുകളുണ്ട് എന്നാ, പോരായ്മകളുണ്ട് എന്നാണ്. ശരി, എന്നിൽ കഴിവുകേടുണ്ട് എങ്കിൽ അത് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാകുന്ന അഹങ്കാരമായിരിക്കും കടന്നു വരുന്നത്, വിനയമായിരിക്കും. ഇന്ന് ലോകത്ത് അഹങ്കാരമാണ് നമ്മൾ കാണുന്നത്. അഹങ്കാരമാണ് ഇന്ന് ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കുന്നത് അഹങ്കാരത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. എന്നാൽ ഖുർആൻ ആകട്ടെ മനുഷ്യന്റെ കഴിവുകേടിനെ മനുഷ്യനെ ബോധ്യപ്പെടുത്തി അവന്റെ മനസ്സിൽ നിന്ന് അഹങ്കാരത്തെ എടുത്തുമാറ്റി പകരം വിനയത്തെ പ്രതിഷ്ഠിക്കുന്നു. മറ്റൊന്ന്, അഹങ്കാരം കാണിക്കുന്ന മനുഷ്യൻ സ്വന്തം കണ്ണിൽ വലിയവനായിരിക്കും, മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ദ്യനായിരിക്കും. എന്നാൽ വിനയം കാണിക്കുന്ന മനുഷ്യനോ സ്വന്തം കണ്ണിൽ നിസ്സാരനായിരിക്കാം, മറ്റുള്ളവരുടെ കണ്ണിൽ അവൻ വലിയവനായിരിക്കും. ഞാൻ ഈ ലോകത്തിന്റെ രക്ഷിതാവിനോട് രക്ഷ തേടണം എന്ന ഒരു പ്രഖ്യാപനത്തിലൂടെ ഖുർആൻ നമ്മുടെ മനസ്സിൽ അഹങ്കാരം എടുത്തുകളയും വിനയത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തതിലൂടെ യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? നമ്മെ സ്വയം ചെറിയവരാക്കുകയും മറ്റുള്ളവരുടെ ഇടയിൽ നമ്മെ വലിയവരാക്കുകയും ചെയ്തു. ഖുർആനിന്റെ സംസ്കരണം. നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിലും മറ്റുമൊക്കെ വന്നിരുന്ന് പഠിച്ച് നമുക്ക് കിട്ടേണ്ട ഗുണപാഠം എന്താണ്? ഖുർആൻ ഒന്നാമതായി സംസാരിക്കുന്നത് ആരോടാണ്? ഖുർആൻ പഠിക്കുന്നവരോടാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഒന്നാമത്തെ സംസ്കരണം ഉണ്ടാകേണ്ടതും ഖുർആൻ പഠിക്കുന്നവനിലായിരിക്കണം. പ്രവാചകൻ പഠിപ്പിച്ചു, മാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആരാണോ വിനയം കാണിക്കുന്നത് അവനെ അല്ലാഹു ഉയർത്താതിരിക്കില്ല. അഹങ്കാരം കാണിക്കുമ്പോൾ നമ്മൾ എത്ര ഊർജം ചെലവഴിക്കണം എന്നറിയോ? അതും തെളിയിച്ചിരിക്കുന്ന വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കും. അടുത്ത പ്രഭാഷണത്തിലുള്ള ബഹുമാന്യനായ അബൂബക്കർ മൗലവി നന്മണ്ട ഇവിടെ എത്തിയിരിക്കുന്നു. അഹങ്കാരം, അസൂയ, പക, വിദ്വേഷം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഊർജം, നല്ല ചിന്ത, ഇതൊക്കെ അതിന്റെ പേരിൽ വെറുതെയാകും. എന്നാൽ ഇതിന്റെ വിപരീതമായ വിനയം, ഒരു മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാകുമ്പോഴും മറ്റൊരു സമയത്ത് വിനയമുണ്ടാകുമ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവിൽ പോലും വ്യത്യാസമുണ്ട്. നമുക്ക് മറ്റൊരു മനുഷ്യനോട് ചിരിക്കാൻ കേവലം 10-12 പേശികൾ പ്രവർത്തിക്കുമ്പോഴുള്ള ഊർജം മതി. എന്നാൽ മറ്റൊരുത്തനോട് കോപിക്കുന്ന സന്ദർഭത്തിലോ 60-ലേറെ പേശികൾ ഒന്നിച്ച് പ്രവർത്തിച്ചാലുള്ള എനർജി ഉണ്ടെങ്കിൽ കോപിക്കുവാനും അടിപിടി കൂടാനും സാധിക്കൂ. പ്രവാചകൻ പറഞ്ഞു, കോപം വരുന്ന സന്ദർഭത്തിൽ മനസ്സിനെ അടക്കി നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തവാൻ, അല്ലാതെ 50 കിലോ 100 കിലോ ഒക്കെ പൊക്കുന്നവനല്ല ആരോഗ്യവാൻ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്താ കാരണം? കോപത്തിന്റെ സന്ദർഭത്തിൽ ഒരു വലിയ എനർജി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ എനർജിയെ ഈമാനാകുന്ന, വിശ്വാസമാകുന്ന ഖുർആൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സംസ്കരണ മുറകളെ കൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയണം, തടയാൻ കഴിയണം. അഥവാ ഖുർആനിന്റെ ഒന്നാമത്തെ ഉത്ബോധനം, ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധന ഖുർആൻ പഠിതാവിനോടാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമൂഹം, ജനക്കൂട്ടം നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ ഖുർആൻ ലേണിംഗ് സ്കൂളിലെ പഠിതാക്കളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത്, ഏതൊരായത്ത് പഠിച്ചു കഴിഞ്ഞാലും ഈ ആയത്ത് എന്നോട് എന്താ പറയുന്നത്? അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന ഷർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നതാണ്. നമ്മൾ അവിടെ ചിന്തിക്കുന്നത് മറ്റുള്ളവൻ അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഞാൻ മറ്റുള്ളവരോട് അസൂയ വെക്കുന്ന സന്ദർഭത്തിലും ഇതുപോലെ കുറെ തിന്മകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല.
നമുക്ക് നമ്മുടെ ജീവിതത്തിലെ 10 കുറ്റങ്ങളെ, പോരായ്മകളെ എളുപ്പത്തിൽ തിരുത്താൻ സാധിക്കും. എന്നാൽ മറ്റൊരുത്തന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് പോലും നമുക്ക് തിരുത്താൻ കഴിയില്ല. മറ്റൊരുത്തന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് തിരുത്തുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിലെ 10 കുറ്റങ്ങൾ തിരുത്തുക എന്നുള്ളത്. പക്ഷെ നമ്മളാകട്ടെ മറ്റൊരുത്തന്റെ ഒരു തെറ്റിന് വേണ്ടി തിരുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ 10ഉം 100ഉം കുറ്റങ്ങൾ മറന്നു പോകുന്നു. ഖുർആൻ പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട സംസ്കരണ ചിന്ത ഇങ്ങനെയായിരിക്കണം. നമ്മളിലേക്ക് നോക്കുകയും എവിടെയാണ് പ്രശ്നമുള്ളത് അവിടെയാണ് പരിഹാരമുള്ളത്. ഖുർആൻ പറയുന്ന ഒരു രീതിശാസ്ത്രമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടല്ലോ. ഒരു സമൂഹത്തെയും അല്ലാഹു സ്വയം പരിവർത്തനത്തിന് വിധേയമാക്കില്ല അവർ സ്വയം തയ്യാറാകാത്ത കാലത്തോളം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ നമ്മൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അടിമകളായി മനഃശാസ്ത്ര വിദഗ്ധന്മാരെ, കൗൺസിലിംഗ് വിദഗ്ധന്മാരെ സമീപിക്കുന്നു. അവർ നമുക്ക് പരിഹാരം നൽകലുണ്ടോ? ഇല്ലല്ലോ. കൗൺസിലിംഗ് വിദഗ്ധന്മാർ ചെയ്യുന്നത് എന്താ? നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ടല്ലേ, ശരി, എന്നാൽ ഇന്ന പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്? ഇന്ന രൂപത്തിൽ ജീവിച്ചതുകൊണ്ടല്ലേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടല്ലേ. എന്നാൽ നേരെ മറിച്ച് ചിന്തിക്കുക, ഇന്ന രൂപത്തിൽ നിങ്ങൾ ജീവിക്കുക. അഥവാ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ തന്നെയാണ് പരിഹാരമുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് കൗൺസിലിംഗ് വിദഗ്ധന്മാർ ചെയ്യുന്നത്. ഖുർആനിനോളം കൗൺസിലിംഗ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രശ്ന പരിഹാരമാണ്. ഖുർആൻ പ്രശ്നപരിഹാരമല്ലാതെ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുകയല്ലോ ചെയ്യുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഖുർആനിന്റെ സംസ്കരണവും ഖുർആനിന്റെ സംസ്കാരവും ഒരു വലിയ വിഷയമാണ്. സമയങ്ങളോളം, ദിവസങ്ങളോളം പറഞ്ഞാലും ബാക്കിയാകുന്ന ഒരു വിഷയം. അതിന്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഇനിയും കേൾക്കാനിരിക്കുന്നതും നേരത്തെ കേട്ടിരിക്കുന്നതും. കൂടുതലായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംസാരം ശ്രവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.